ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കാരണം അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് ഇങ്ങനെ റീനലായിട്ട് അല്ലെങ്കിൽ അല്ലാതെ ഇങ്ങനെ ചികിത്സിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളവർക്ക് ഒരു ഉപകാരം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ്. കാരണം ഞാൻ ഈ ഒരു പ്രശ്നമായിട്ട് പുറകെ പോകാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് എൻ്റെ അറിവിൽ ഞാൻ അവിടെ ഒ പി ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇഷ്ടം പോലെ ആൾക്കാർ. ഞാൻ 3-4 ഹോസ്പിറ്റൽ മാറിയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പലതരം ബിസിനസ് നടക്കുന്നുണ്ട്. ഓൾറെഡി ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ എന്തായാലും എടുത്ത് ഇതിൻ്റെ അത് പറയത്തില്ല, എന്നാലും എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും പറയും. അപ്പം അതുമൂലം ഒരാൾക്ക് അല്ലെങ്കിൽ ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. മാക്സിമം ആൾക്കാരൊക്കെ വീഡിയോ കാണുക, നിങ്ങൾക്കറിയാവുന്നവരിലോട്ട് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും രോഗമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന, ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നവരാ, അല്ലെങ്കിൽ ചെറിയ, അതായത് ഇപ്പോൾ ക്രിയാറ്റിൻ ഒരു 1.4 എബോവ് പോയി കഴിഞ്ഞാൽ തന്നെ ക്രിയാറ്റിൻ നമുക്ക് പ്രശ്നമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഒരു സമയം വരെ. അപ്പോൾ അതുപോലും മനസ്സിലാക്കാത്ത ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. മനസ്സിലായി. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവരാണെങ്കിലും ട്രാൻസ്പ്ലാന്റ് കഴിയാത്തവരാണെങ്കിലും ഇതിനൊക്കെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ചില ഹോസ്പിറ്റലുകാരൊന്നും നമുക്കത് പറഞ്ഞൊന്നും തരത്തില്ല, എല്ലാ കാര്യവും വ്യക്തമായിട്ടൊന്നും പറയത്തില്ല. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ മനസ്സിലാക്കിയ പല കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഞാൻ യൂട്യൂബ് വഴി ഷെയർ ചെയ്യും. അപ്പം അതുമൂലം ഒരാൾക്ക് ഒരു നല്ലതുണ്ടാവട്ടെ എന്നുള്ള എൻ്റെ ഒരു മൈൻഡിൻ്റെ ഇത് വെച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇനിയും വീഡിയോ വരും. അപ്പം എനിക്കുണ്ടായ കാര്യങ്ങൾ എന്തായാലും ഞാൻ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യും.